കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള നേതാവ് താനാണെന്നാണ് തരൂർ സർവേ. അല്ല, UDF ഭൂരിപക്ഷം കിട്ടിയാൽ UDF മുഖ്യമന്ത്രിയാവും. മാത്രമല്ല, കോൺഗ്രസ്സിൽ വിറക് വെട്ടുന്നവരും വെള്ളം കോരികളും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നേതാക്കന്മാരുണ്ട്. അതിലൊരാളെ MLA-മാരിൽ ആർക്കാണോ മുൻതൂക്കമുള്ളത് ആ വ്യക്തി മുഖ്യമന്ത്രിയാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് വേറെ ആര് സർവേ നടത്തിയാലും ഞങ്ങളെ സംബന്ധിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് പാർട്ടിക്ക് ചില ചട്ടക്കൂടുണ്ട്, അതനുസരിച്ചേ കാര്യം നടക്കും. എന്താ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് ഇപ്പോൾ പ്രസക്തിയില്ല. കാരണം അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാനിടയായ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യണമെന്ന അഭിപ്രായക്കാരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അടിയന്തരാവസ്ഥയിൽ തെറ്റുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയിൽ കേരളത്തിൽ അത് ബാധിച്ചിട്ടില്ല. അടിയന്തരാവസ്ഥയിലെ കാര്യങ്ങൾ ഭംഗിയായി കാര്യങ്ങൾ നടത്തിയ സംസ്ഥാനങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. കേരളത്തിൽ അന്നാണ് ഹയസ്റ്റ് മെജോറിറ്റി അന്ന് കോൺഗ്രസ് ഉൾപ്പെട്ട സഖ്യത്തിന് കിട്ടിയത്. അസംബ്ലിയിൽ 140-ൽ 111 സീറ്റും ലോക്സഭയിൽ എല്ലാ സീറ്റുകളും ആ സഖ്യം ഒന്ന് തൂത്തുവായി. ആന്ധ്രയിൽ 41 സീറ്റുകളിൽ 40 സീറ്റിലും കോൺഗ്രസ് ജയിച്ചു. കർണാടകത്തിൽ 28 സീറ്റിൽ 26 കോൺഗ്രസ് ജയിച്ചു. നന്നായിട്ട് അടിയന്തരാവസ്ഥ കാലത്ത് കാര്യങ്ങൾ നടത്തിയ സ്റ്റേറ്റിലൊക്കെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട്. അത് പാളിപ്പോയ സ്റ്റേറ്റുകൾ തോറ്റു. അത് ഇന്ദിരാഗാന്ധി തന്നെ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഇന്ദിരാഗാന്ധി തന്നെ വളരെ വിശദീകരിച്ചിട്ടുണ്ട്. ആ ചാപ്റ്റർ ഞങ്ങൾ അന്ന് തന്നെ ക്ലോസ് ചെയ്തതാണ്.